Conservation of angular momentum. Consider a system of n particles with masses m1, m2, m3, etc. up to mn. ഈ സിസ്റ്റം ഐസൊലേറ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ ദാറ്റ് ഫോഴ്സസ് ആർ എൻറ്റയർലി ഡ്യൂ ടു ദ ഇൻറ്റേർണൽ ഫോഴ്സസ്. ഇൻറ്റേർണൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഫോഴ്സസ് മാത്രമാണ് അവിടെ ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് ഗിവൺ ബൈ ടോ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൽ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് പി. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം. ടോ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് പിക്ക് പകരം നമ്മൾ എം ഐ വി ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ ഡോട്ട്. ഈ ഡി ബൈ ഡി ടീനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് യു വി റൂള് പ്രൊഡക്റ്റ് റൂള് വെച്ചിട്ട്. വി ഐ ക്രോസ് സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ ക്രോസ് വി ഐ ഡോട്ട്. സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ വി ഐ തന്നെയാണ് അല്ലേ. ഡി ആർ ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വി ഐ അല്ലേ. വി ഐ ക്രോസ് വി ഐ പ്ലസ് സിഗ്മ ഈക്വൽ ടു 1 to n എം ഐ ആർ ഐ ക്രോസ് വി ഐ ഡോട്ട്. അപ്പോൾ ഫസ്റ്റ് ടേം വി ഐ ക്രോസ് വി ഐ എന്ന് പറഞ്ഞാൽ 0 വരും. സെയിം വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0. ഫസ്റ്റ് ടേം പോയി. പിന്നെ ബാക്കിയുള്ളത് ആർ ഐ ക്രോസ് എം ഐ വി ഐ ഡോട്ട്. എം ഐ വി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എം എ എം വി ഡി വി ബൈ ഡി ടി എഫ് ആണ് അല്ലേ. അപ്പോൾ ടോ ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഐ therefore എഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ഐ പ്ലസ് എഫ് ഐ ജെ. ഐ ജെ പാർട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്റ്റീവ് ഫോഴ്സിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ എഫ് ഐ എന്നുള്ളത് നമ്മളിപ്പോൾ എഫ് എക്സ്റ്റേണൽ പ്ലസ് എഫ് ഐ ജെ ഇൻട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാം. ടോ ഇസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് എഫ് ഐ എക്സ്റ്റേണൽ പ്ലസ് സിഗ്മ ഐ കോമ ജെ ഈക്വൽ ടു 1 to n ഐ നോട്ട് ഈക്വൽ ടു ജെ എഫ് ഐ ജെ ഇൻട്രാക്ഷൻ ഫോഴ്സ്. ആർ ഐ ക്രോസ് എഫ് ഐ എക്സ്റ്റേണൽ പ്ലസ് സിഗ്മ ഈക്വൽ ടു 1 to n ഐ ഈക്വൽ ടു ജെ ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് എഫ് ഐ ജെ ഇൻറ്റേർണൽ. ബട്ട് സിഗ്മ ഈക്വൽ ടു 1 to n ജെ ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് എഫ് ഐ ബൈ 2 സിഗ്മ ജെ ഈക്വൽ ടു 1 to n ആർ ഐ മൈനസ് ആർ ജെ ജെ ഈക്വൽ ടു 1 to n ആർ ഐ മൈനസ് ആർ ജെ ക്രോസ് എഫ് ഐ ജെ ഇൻറ്റേർണൽ. അപ്പോൾ സെൻട്രൽ ഫോഴ്സസിൻ്റെ കേസിൽ ആർ ഐ മൈനസ് ആർ ഐ ജെ ആൻഡ് എഫ് ഐ ജെ ആർ അലോങ് ദ സെയിം ലൈൻ. സെയിം ലൈൻ ആണെങ്കിൽ സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ രണ്ടും സെയിം ലൈനിൽ വരുമ്പോൾ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0 വരും. സെൻട്രൽ ഫോഴ്സ് ആണ്. ദെർഫോർ അപ്പോൾ ഈ ടേം പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായി? ടോ ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ആർ ഐ ക്രോസ് എഫ് ഐ എക്സ്റ്റേണൽ. ഈ ടേം മാത്രം. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു 0 when f external is equal to 0. external forces ഇല്ലെങ്കിൽ ടോ 0 എന്ന് പറഞ്ഞാൽ എന്താ? dl by dt. ടോ is equal to dl by dt is equal to 0 means L is a constant. That is in the case of the absence of external forces L is conserved. This is the law of conservation of angular momentum. Law of conservation of angular momentum. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. അവിടെ സെൻട്രൽ ഫോഴ്സ് ആണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അത് ലെങ്ത് ഓഫ് ദ ഡേ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ആംഗുലർ വെലോസിറ്റിയുടെ ടൈമിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എൽ സ്ക്വയർ ബൈ എം ആർ ക്യൂബ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ട് വരും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ എക്സാമ്പിൾസ് പ്ലാനറ്ററി മോഷൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.